നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതിക്കൊണ്ട് നമുക്ക് അഗ്രികൾച്ചറിനെ കുറിച്ചും അതിനുശേഷം നമുക്ക് ആൽക്കൈൻ വാട്ടർ മെഷീനും ഇന്നലെ അതിന്റെ എല്ലാം പ്രൈസസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. മോട്ടോർ സഹിതം 32,000 ആണ്. അതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇത് അഗ്രികൾച്ചർ പറഞ്ഞതിന് ശേഷം ഒന്ന് പറയാം. എന്താണ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്? അതായത് നമ്മുടെ കമ്പനി കൊണ്ടുവന്ന അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ടെറ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ഓർഗാനിക് അഗ്രികൾച്ചറിന്റെ പ്രോഡക്ട്സുകൾ കമ്പനി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് കമ്പനി അവരുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓൾ വേൾഡ് ഉൾപ്പെടെ ടോട്ടൽ പേറ്റന്റ് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മളാണ് ഈ കമ്പനിക്ക് അല്ലാതെ, ഈ ബയോട്ടോറിയം കമ്പനിയിലല്ലാതെ ഈ ടെറ ടെക്നോളജിയിലുള്ള ഈ പ്രോഡക്റ്റ് വേറെ ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല. എന്താണ് ടെറ ടെക്നോളജി എന്ന് പറയുന്നത്? പ്രകൃതിദത്തമായ രീതിയിൽ ഭൂമിയെ തയ്യാറാക്കുന്ന രീതി. ഇതുമൂലം വെള്ളം, വളം, കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാം, പ്രകൃതിദത്തമായ രീതിയിൽ ഭൂമിയെ തയ്യാറാക്കുന്ന രീതി. ഇതുമൂലം വെള്ളം, വളം, കീടനാശിനികളുടെ ഉപയോഗം കുറച്ചുകൊണ്ട് മികച്ച രീതിയിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. അതായത് നീണ്ട 20 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണത്തിന് ശേഷം വികസിപ്പിച്ചെടുത്ത ജൈവ കൃഷി രീതിയാണിത്. ഈ കൃഷി രീതി വികസിപ്പിച്ചെടുക്കാൻ 20 വർഷത്തെ ഗവേഷണം വേണ്ടുവന്നു. ആ 20 വർഷത്തെ ശാസ്ത്രീയ ഗവേഷണത്തിന് ശേഷമാണ് ഈ ടെറ ടെക്നോളജി വികസിപ്പിച്ച് എടുത്തത്. ഇത് ജൈവ വസ്തുക്കൾ, നൈട്രജൻ, ഫോസ്ഫറസ് ഇവയുടെ സന്തുലിതമായ ഉപയോഗം. ജൈവ വസ്തുക്കൾ, നൈട്രജൻ, ഫോസ്ഫറസ് ഇവയുടെ സന്തുലിതമായ ഉപയോഗം. ഇതായത് മണ്ണിന്റെ പ്രാകൃതീയമായ സ്വഭാവം നിലനിർത്തുക. അതായത് മണ്ണിനെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെയാണോ, അപ്പം മണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെമിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു വളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭൂമി മാതാവ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും മണ്ണ് മൊത്തം ഉണങ്ങി കിടക്കുന്നു. എന്തുകൊണ്ടാണ്? മണ്ണിനകത്ത് ഈർപ്പമില്ല. ഈർപ്പം എന്താ ഇല്ലാത്ത എന്തുകൊണ്ട്? ഈ കെമിക്കലിന്റെ ആധിക്യം കൊണ്ട് മണ്ണിന്റെ ഈർപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതുമൂലം നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ അതോട് ചേർന്ന് കിടക്കുന്ന മറ്റു ഭൂമിയിലേക്ക് മറ്റുള്ള ഭൂമി സ്ഥലങ്ങളിലും നമുക്ക് ഈർപ്പം കിട്ടാൻ തുടങ്ങും. അപ്പൊ ഭൂമി ഉണങ്ങി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളമില്ലാതെ വരുമ്പം കർഷകരായിരിക്കും നമുക്കായാലും വീണ്ടും അത് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ സൂര്യപ്രകാശം അടിയും, വീണ്ടും ആ ഹീറ്റ് കൂടുന്നു. മണ്ണിന് ഈർപ്പം ഉണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ മനുഷ്യന്റെ ജീവിത രീതിയിൽ ആ പ്രകൃതിയിലുള്ള ചൂട് കുറയും. മണ്ണിനകത്ത് ഈർപ്പമില്ല, മണ്ണ് ഉണങ്ങി കിടക്കാണ്, മേളിൽ നിന്ന് സൂര്യപ്രകാശം വരികയാണ്. അപ്പൊ അങ്ങനെ വരുന്നതനുസരിച്ച് എന്തുകൊണ്ട് ഈ പ്രകൃതിയിൽ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും. അപ്പൊ നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്ന സ്ഥിതിയാണ്. അപ്പൊ മണ്ണ് നനഞ്ഞു കിടക്കുക, മണ്ണിനകത്ത് ഈർപ്പമുണ്ട്, മണ്ണ് ഡ്രൈ അല്ലെങ്കിൽ ആ ഈർപ്പം വരുന്നതനുസരിച്ച് മണ്ണിന്റെ കാലാവസ്ഥയ്ക്ക് തന്നെ മാറ്റം വരിക. നമ്മുടെ ഈ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ചൂടെടുക്കുന്ന, ആവി എടുക്കുന്ന, പക്ഷെ അത് മാറ്റുവാൻ വേണ്ടി ഇങ്ങനെയുള്ള കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാരണം ബിൽഡിങ്ങുകളായി അതിന്റെ ഹീറ്റുണ്ട്, റോഡുകളായി അതിന്റെ ഹീറ്റുണ്ട്. ഇപ്പൊ ഈ ഹീറ്റെല്ലാം വരുമ്പോഴത്തേന് മനുഷ്യന് ഈ AC ഇല്ലാത്ത, വണ്ടി ഇല്ലാത്ത പുറത്തു പോകാൻ പറ്റൊരു കാലവിശേഷമാണുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നതോടൊപ്പം ഈ മുഴുവൻ ക്ലൈമറ്റിനെ ചേഞ്ച് ആക്കാൻ വേണ്ടി ഈ ടെറ ടെക്നോളജി നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതോടൊപ്പം തന്നെ സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകിയാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഇതൊക്കെ നമ്മൾ മോർപോറൊക്കെ കഴിക്കും, നമുക്ക് വിറ്റാമിൻസ് കുറവുണ്ട്, നമുക്ക് അല്ലെങ്കിൽ കാൽഷ്യം കുറവുണ്ട്, മറ്റു മിനറൽസ് കുറവുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മോർപോർ പോലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർമാർ വിറ്റാമിൻ ഗുളിക ചെയ്യുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള പോഷകങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ ആഹാരത്തോടൊപ്പം ഇങ്ങനെയുള്ള അഡീഷണൽ സപ്ലിമെന്റ്സുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് പോഷകം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വളർച്ച കൂടും. ഇപ്പൊ നമ്മള് ചെടിക്ക് നല്ല രീതിയിൽ പോഷകം ഇട്ടുകൊണ്ട് വളങ്ങൾ മാത്രം കൊടുത്ത്, വളം എന്ന് പറയുന്നത് കെമിക്കലാണ്. അപ്പം കെമിക്കൽ ഇടുന്നത് നമ്മൾ ചെടികൾ വളരാൻ വേണ്ടിയാണ് കെമിക്കൽ വളങ്ങൾ ഇടുന്നത്. പക്ഷെ എന്താണ്? ആ കെമിക്കൽ ഇടുന്നതോടുകൂടി മണ്ണിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിന്റെ പ്രാകൃതികമായ സ്വഭാവം മാറുന്നു. പക്ഷെ അതെല്ലാം മാറിക്കൊണ്ട് ജൈവ രീതിയിൽ ചെയ്യുമ്പോൾ എന്താണ്? മണ്ണിനെ തീർപ്പം കിട്ടുന്നു. അപ്പൊ ആ മനുഷ്യന് പ്രയോജനപര രീതിയിൽ ജലാംശം ഉണ്ടാകുന്നു. അപ്പം കർഷകരെ സംബന്ധിച്ച് എന്താണ്? അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് കുറയും. അതായത് ജലസേചനം കുറയ്ക്കാൻ പറ്റും.
മണ്ണിനകത്ത് ഈർപ്പം നിന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം ഒഴിക്കണ്ട. പക്ഷെ ഉണങ്ങിയ മണ്ണാണെങ്കിലും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മണ്ണ് ഉണങ്ങിയതാണെങ്കിൽ 4 ഇരട്ടി വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ആ വെള്ളം ഈർപ്പമുള്ളതാവും. അപ്പൊ ഇത്രയും സമയം എന്റെ മോട്ടോർ ഓടുന്നു, അപ്പൊ കറണ്ടിന്റെ ബില്ല് കൂടുന്നു. ഇതെല്ലാം കർഷകനെ സംബന്ധിച്ച് ഒരു നഷ്ടം. ഇതെല്ലാം നമ്മുടെ പ്രോഡക്റ്റിന്റെ മേളിലാണ്, അതിനകത്ത് പ്രൈസിങ്ങിലേക്കാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ കർഷകർ പറയും ഇത് 6500 രൂപയാണ്, അല്ലെങ്കിൽ 2 കിറ്റിന് നമുക്ക് 8400 രൂപ. പക്ഷെ അത് ഡയറക്റ്റ് നോക്കുമ്പോൾ അദ്ദേഹം ഒരു കർഷകനെ സംബന്ധിച്ച് വളരെയധികം വില കൂടുതലായിട്ട് തോന്നും. ചിലപ്പോൾ പറയും സാർ ഇത് 6500 രൂപ 1 ഏക്കറിന് വേണ്ടി ഇത് കൂടുതലാണല്ലോ. പക്ഷെ അപ്പൊ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രാണിയാണ് മണ്ണിര. അപ്പൊ നമ്മളാരെ ഈ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കുകയും കെമിക്കൽ സ്വഭാവം മണ്ണിനുണ്ട് കഴിഞ്ഞാൽ ഈ മണ്ണിര ഒരിക്കലും ഭൂമിയിൽ കാണില്ല. അപ്പൊ ഈ മണ്ണിരയെ ഡെവലപ്പ് ചെയ്യാൻ ബാക്ടീരിയകളെ, പ്രകൃതിദത്തമായ ബാക്ടീരിയകളെ ഡെവലപ്പ് ചെയ്യാൻ, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത്. അതാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ സോയിൽ ഹെൽത്ത് കെയർ എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതായത് മണ്ണിന്റെ ആവശ്യത്തിന് വേണ്ടി അത് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ നനഞ്ഞ പ്രതലത്തിൽ മാത്രമേ ഈ ടെറാ ടെക്നോളജി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ടെറാട്ടുകൾ ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും മണ്ണിന് ഈർപ്പം വേണം, അല്ലെങ്കിൽ നനവ് വേണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്തൊരു മെയിൻ കണ്ടന്റ് അതാണ്. അതായത് ഇതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ഫെർട്ടിലൈസർ കൺട്രോളോടെ FCOയുടെ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള അഗ്രികൾച്ചർ മിനിസ്ട്രിയിലുള്ള FCOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ G2 G3 സർട്ടിഫിക്കേഷന്റെ ആവശ്യം ഇല്ല. ഇത് നമ്മൾ ആൾക്ക് ചോദിക്കും, ചില അഗ്രികൾച്ചർ ഓഫീസർമാർ ചോദിക്കാറുണ്ട് G2 G3 ഉണ്ടോ എന്ന് ചോദിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ഏത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റും ഒരു സ്റ്റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ G2 G3 സർട്ടിഫിക്കറ്റ് നേരത്തെ ഇപ്പോഴും ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ FCOയിൽ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡറിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. അപ്പം ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റുകൾ എങ്ങനെ തരുന്നു, അതിനുശേഷം നമ്മൾ ഓരോരോ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും. പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് സോയിൽ ഹെൽത്ത്, അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. അടുത്ത പ്ലാന്റ് ഹെൽത്ത് കെയർ, അത് പ്ലാന്റ് ഉണ്ട്. അത് ഫ്രൂട്ട് ഹെൽത്ത് കെയർ, അതുണ്ട്. നമുക്ക് പിന്നെ ഈസ്പ്രോഡോയും റിപ്പലന്റ്, അതാണ് നമ്മൾ പ്രാണികളിൽ നിന്ന് നമ്മുടെ വിളകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ആ 2 പ്രോഡക്റ്റ്. എന്താണ് ഈ സോയിൽ ഹെൽത്ത് കെയർ എങ്ങനെ വരുന്നത്? 500 ml ഒരു ബോട്ടിലാണ് ഒരെണ്ണം വരുന്നത്. ഒരു ബോട്ടിൽ 500 ml ക്വാണ്ടിറ്റി. ഇപ്പം പ്ലാന്റ് ആണെങ്കിൽ 500 ml ആണ്, ഫ്രൂട്ട് ഹെൽത്ത് കെയർ ആണെങ്കിൽ 500 ml. ഒന്നുകൂടെ പറയാം, സോയിൽ ഹെൽത്ത് കെയർ 500 ml, പ്ലാന്റ് ഹെൽത്ത് കെയർ 500 ml ആണ്, ഫ്രൂട്ട് ഹെൽത്ത് കെയറും 500 ml ആണ്. ഈ സ്പ്രെഡോ എന്ന് പറയുന്നത് അത് നമ്മുടെ കീടങ്ങളിൽ നിന്ന് നമ്മുടെ വിളകളെ സംരക്ഷിക്കുന്നു, അത് 250 ml. ഈ റിപ്പലന്റ്, ഈ ബയോ റിപ്പലന്റ് 250 ml. അങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് വരുന്നത്. പക്ഷെ അതിന് കോമ്പിനേഷൻ ആയിട്ട് വരും. ഇപ്പം 6500 രൂപയ്ക്ക് 25 PV-ലാണ് ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ 1 ഏക്കറിന് 1 സീസൺ. ഇപ്പൊ നമ്മൾ 1 വർഷത്തെ സീസൺ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ തികയാതെ വരും. അപ്പൊ നമ്മൾ 8400 വാങ്ങിക്കുന്ന ആളൊരു കർഷകനെ സംബന്ധിച്ച് വളരെയധികം ലാഭം. അത് 25 PV ആണ്. പക്ഷെ അത് സോയിലിൽ 4 ബോട്ടിൽ കാണും, പ്ലാന്റ് 4 ബോട്ടിൽ കാണും, ഫ്രൂട്ട് 4 ബോട്ടിൽ കാണും, ഈ സ്പ്രെഡോ കാണും നമുക്ക് 2 + 2. അപ്പൊ അത് 16 ബോട്ടിൽ കാണും. പക്ഷെ 6500-ക്ക് നമുക്ക് 8 ബോട്ടിലേ കാണത്തുള്ളൂ. ഇപ്പൊ ഒരു 6 മാസത്തെ കൃഷി, പച്ചക്കറി 6 മാസം കൊണ്ട് നമുക്ക് തീരാൻ നമുക്ക് 6500 പക്ഷെ 1 വർഷം വരെ നീങ്ങുന്ന ചില വിളകളുണ്ട്. അപ്പൊ അതിന് നമ്മൾ 8400 എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഉപയോഗിക്കാം. ഇത് 3 വർഷത്തിൽ തുറന്നു കഴിഞ്ഞാൽ 3 വർഷം വരെ എക്സ്പയറി ഉണ്ട്. പിന്നെ ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കലക്കി, പക്ഷെ അത് നമ്മൾ വൈകുന്നേരത്തിനകം അടിച്ചു തീർക്കണം, നാളത്തിന് വെക്കാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊരു സോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് രാവിലെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് വൈകുന്നേരം കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കി വിടേണ്ട ആവശ്യം, പിറ്റേ ദിവസം അത് വെക്കാൻ പാടില്ല. ഈ സോയിൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ആദ്യമായിട്ട്. പിന്നെ 15900-ന്റെ ഉണ്ട്, 30,000-ന്റെ ഉണ്ട്, 56,000 ഉണ്ട്, 1,12,000. അങ്ങനെ പല രീതിയിലുള്ള രീതി. അതിൽ നമ്മുടെ പ്രൈസ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതോടെ നമ്മുടെ ബ്രോഷറിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എടുക്കുന്നില്ല. ഇപ്പൊ എന്താണ് ഈ സോയിൽ ഹെൽത്ത് കെയർ എന്നുള്ള പ്രൊഡക്റ്റാണ് ആദ്യത്തെ. അതിപ്പോ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിന്റെ കാരണങ്ങൾ എന്താണ്? ഈ സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മണ്ണിരെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കഴിക്കുന്നത് 8 ഗ്രാം മണ്ണും 2 ഗ്രാം മദറായിട്ട്, അപ്പൊ 10 ഗ്രാം തീരും. അത് കഴിക്കുന്ന മൊത്തം വിസർജ്യമായിട്ട് പുറത്ത് ചെല്ലാറുണ്ട്. ആ വിസർജ്യമായിട്ട് പുറത്ത് ചെല്ലുമ്പോൾ നമ്മള് ഈ കൃഷിഭൂമിയിലോടൊക്കെ നമ്മുടെ കാലയിൽ ഇങ്ങനെ നനഞ്ഞ മണ്ണ് കൊണ്ടാറുണ്ട്. അതതിന്റെ വിസർജ്യമാണ്. പക്ഷെ അത് മണ്ണിര ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കെമിക്കൽ ഇല്ലാത്ത രീതിയിലുള്ള കൃഷി രീതി ഉണ്ടെങ്കിൽ മാത്രമേ മണ്ണിര ഡെവലപ്പും അതോടൊപ്പം തന്നെ ബാക്ടീരിയകളും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വന്നെങ്കിൽ മാത്രമേ മണ്ണ് ഈർപ്പമുള്ളത് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പൊ കെമിക്കൽ വളങ്ങൾ മണ്ണിര ഭൂമിക്ക് അടിയിലേക്ക് പോകുന്നു, മണ്ണ് കൂടുതൽ ഹാർഡാകുന്നു, മണ്ണിലെ ജലാംശം നഷ്ടപ്പെടുന്നു. അപ്പൊ മണ്ണിലെ ജലാംശം നഷ്ടപ്പെട്ട് മണ്ണിന്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു. അതോടൊപ്പം തന്നെ ഉൽപാദനം കുറയുന്നു, ചെലവ് കൂടുന്നു, ഭൂമി അശക്തനായ മനുഷ്യൻ കൂടുതൽ അസുഖക്കാരനായിട്ട് മാറുന്നു. അപ്പൊ ജലാംശം നഷ്ടപ്പെടുമ്പോൾ 4 ഇരട്ടി
വെള്ളം അതിനകത്ത് സ്പ്രേ ചെയ്ത് നമ്മളതിൽ നനച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കൃഷിഭൂമിയിൽ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ട് വരും. അപ്പൊ നമ്മുടെ മോട്ടോർ ഒത്തിരി ഓടുന്നു, അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നു. ഇതെല്ലാം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല. അതായത് ഇത് പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല. കാരണം ഈർപ്പമുള്ള മണ്ണിലാണ് പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. പ്രൊഡക്ടിവിറ്റിയിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ 40% ഗ്രോത്തോളം നമുക്ക് പ്രൊഡക്ടിവിറ്റിയിൽ കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു സീസൺ ആണെങ്കിൽ ഓരോ സീസണിലും 25% കെമിക്കൽ വളങ്ങൾ നമ്മൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഒരു വർഷമാണെങ്കിൽ 4 വർഷത്തെ വളയാണെങ്കിൽ 4 വർഷം കൊണ്ട് മാത്രമേ നമുക്ക് 25 വെച്ച് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും കെമിക്കൽ വളങ്ങളില്ലാതെ നമ്മുടെ ചാണകം, കമ്പോസ്റ്റ് ഇതൊക്കെ ഇട്ടുകൊണ്ട് ജൈവ വളങ്ങൾ നമ്മുടെ പ്രോഡക്റ്റോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് ജൈവ കൃഷിയിലേക്ക് നീങ്ങാൻ പറ്റും. കാരണം കെമിക്കൽ വളങ്ങൾ കാലക്രമേണ ഇല്ലാതാവുമ്പോൾ നമ്മുടെ മണ്ണിന് ഈർപ്പം വരുന്നു. അപ്പൊ നമ്മുടെ മണ്ണിരയുടെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ ഓരോരുത്തർ മണ്ണിര കൊണ്ടിടാറുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാലക്രമേണ മണ്ണിര നല്ല രീതിയിൽ വളർന്ന് ബാക്ടീരിയ വരുന്ന അപ്പം നമ്മുടെ വിളകൾ കൂടാൻ തുടങ്ങും. അപ്പൊ ആ സോയിൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലം ഉഴുതതിന് ശേഷം അതിനെ ഈർപ്പമുള്ളതാക്കുക. ഇപ്പം നമ്മൾ ഈർപ്പമുള്ളതിനാക്കിയതിന് ശേഷം 2 ml സോയിൽ ഹെൽത്ത് കെയർ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. 2 ml സോയിൽ ഹെൽത്ത് കെയർ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യാം. അപ്പം ഈ സോയിൽ ഹെൽത്ത് കെയറിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ജൈവ പോഷകം മണ്ണിന് നൽകി കാലക്രമേണ മണ്ണിലെ കെമിക്കൽ സ്വഭാവം ഇല്ലാതാക്കുന്നതാണ്. കെമിക്കൽ ഇല്ലാതെ ഒരു രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബണാണ് ഇതിനകത്തൊരു കണ്ടന്റ്. അത് ചെടികളുടെ റൂട്ട് തായ് വേരുകൾക്ക് ശക്തി പകരും, മണ്ണിന്റെ ഈർപ്പം നൽകും. എന്താണ് ഈ ഓർഗാനിക് കാർബൺ? സോയിൽ എർത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, കണ്ടന്റ് ആണ് ഈ ഓർഗാനിക് കാർബൺ എന്നത്. അതുമൂലം നമ്മുടെ തായ് വേര്, അടിവേരുകൾ, ചെടികളുടെ അടിവേരുകൾക്ക് നല്ല ശക്തി തരുന്നു. ചെടികളുടെ അടിവേരുകൾക്ക് ശക്തി തന്നാൽ ആ ചെടി നല്ല സ്ട്രോങ് ആയിട്ട് വളരും. അപ്പൊ അത് വളരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പൂവുകളും കായ്കളും എല്ലാം വളരെ ശക്തിയുള്ളവർ, ഇലകളും എല്ലാം നല്ല ശക്തിയുള്ളവർ. അപ്പൊ അങ്ങനെ ശക്തി തരുവാനാണ് നമ്മുടെ ഈ സോയിൽ ഹെൽത്ത് കെയർ. അതോടൊപ്പം തന്നെ നൈട്രോജൻ ഉണ്ട്, NPK ഉണ്ട്, നൈട്രോജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം. ഇത് 3 നമ്മുടെ സോയിൽ ഹെൽത്ത് കെയറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. അതിപ്പോ നൈട്രോജൻ ഉള്ള ഇലകളുടെയും ചെടികളെയും വളർച്ച ത്വരിതപ്പെടുത്തും. ചില ഇലകൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ, ചില വാഴയിലയോ ചെറിയ മഞ്ഞളിപ്പ് കണ്ടിട്ടുണ്ട്, ചില മഞ്ഞളിപ്പ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം അറിയാം? സോയിൽ ഹെൽത്ത് കെയർ നമ്മൾ ആ ഇലയിൽ അടിച്ചു കൊടുക്കേണ്ടത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ അതിനൂടെ അടിച്ചു കൊടുക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ട മണ്ണിലടിച്ചു, മണ്ണിലേക്ക് ഇത് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈർപ്പമുള്ള മണ്ണിലേക്ക് നമ്മൾ ആദ്യം അടിക്കും. അതേസമയം അത് ഇല വളർന്നതിന് ശേഷം ചില മഞ്ഞളിപ്പുകൾ വരുമ്പോൾ ഈ സോയിൽ ഹെൽത്ത് കെയർ അവിടെയും നമുക്ക് വർക്ക് ചെയ്യും. കാരണം ഒരു 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ അതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മണ്ണിന് അത് നമ്മുടെ ആ ഇലയിലുള്ള മഞ്ഞളിപ്പ് കാലക്രമേണ ഇല്ലാതെ ഒരു പ്രാവശ്യം അടിച്ചു നോക്കുക. അത് മാറിയില്ലെങ്കിൽ വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ ഒരു 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മഞ്ഞളിപ്പ് മാറാൻ ഈ സോയിൽ ഹെൽത്ത് കെയർ വളരെ സാധിക്കും. അപ്പൊ അങ്ങനെ മണ്ണിലേക്ക് നമ്മൾ സോയിൽ ഹെൽത്ത് കെയർ ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ പമ്പ് അനുസരിച്ച് ഇപ്പൊ 15 ലിറ്ററിന്റെ പമ്പോ 5 ലിറ്ററിന്റെ വെള്ളം കൊള്ളുന്ന പമ്പാണെങ്കിൽ നമുക്ക് അതിന്റെ ഡബിൾ 10 ml. 5 ലിറ്റർ ആകുമ്പോൾ അതിനകത്ത് 10 ml, 1 ലിറ്ററിന് 2 ml എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ 5 ലിറ്ററിന്റെ ഒരു പമ്പാണെങ്കിൽ നമുക്ക് 10 ml സോയിൽ ഹെൽത്ത് കെയർ എടുക്കാം. നമ്മൾ അത് കൃഷിഭൂമിയുടെ വ്യാപ്തി അനുസരിച്ച് ചെയ്യാം. എടുത്തുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിനെ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയും. ചില കൃഷി കണ്ടപ്പോൾ നമ്മൾ വയലിലൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. പക്ഷെ ആ വയലിന്റെ 4 മൂല അടച്ചിരിക്കണം. അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ അടുത്ത വയലുകാരനായിരിക്കും കൂടുതൽ ഫലം കിട്ടുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ പച്ചക്കറി ആണെങ്കിൽ നമ്മൾ നിലമെല്ലാം റെഡിയാക്കി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അതിനെ ഈർപ്പമുള്ളതാക്കുന്നു. ഈർപ്പമുള്ളതിനാക്കിയ ശേഷം 2 ml 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം നമുക്ക് വിത്തോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെടി നടുന്നതോ അത് നമുക്ക് പിറ്റേ ദിവസം നട്ട് നമുക്ക് നടാൻ പറ്റും. അതിലൂടെ നമ്മൾ ചിലർ വളമിടുന്നവരുണ്ട്, കെമിക്കൽ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം തന്നെ ചിലപ്പം നമ്മൾ ചേനയൊക്കെ നടുമ്പോൾ ചിലപ്പോൾ ചാര ഇടുന്നത് അതൊക്കെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കൃഷി രീതിയിൽ യാതൊരു പാറ്റേണിലും മാറ്റം വരുത്തണ്ട. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് വരുന്നതാണ് പ്ലാന്റ് ഹെൽത്ത് കെയർ എന്ന് പറയും. പ്ലാന്റ് ഹെൽത്ത് കെയർ അതിനകത്തുള്ള ഐറ്റംസ് ആണ്. ഒന്ന് സിങ്ക് എന്ന് പറയും. ഇത് ചെടികളുടെ പോഷകമാണ്, രോഗാണുക്കളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ സഹായിക്കും. ഒന്ന് പ്ലാന്റ് ഹെൽത്ത് കെയറിലുള്ളത് സിങ്ക് ആണ്. രണ്ടാമത് അയൺ ആണ്. നമുക്കറിയാലോ അയൺ എന്താണെന്ന് നമുക്കറിയാലോ. നമ്മൾ അയണിന്റെ ഡെഫിഷ്യൻസി വരെ നമുക്കും വളർച്ച അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. അതിനാണ് പ്ലാന്റിൽ നമ്മൾ സിങ്ക്, അയൺ, അതിനുശേഷമുള്ളതാണ് മഗ്നീഷ്യം. അതും ചെടിക്ക് ആരോഗ്യം നൽകുന്ന ഒരു കണ്ടന്റ് ആണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പൊ സിങ്ക് ഇട്ടു, അയൺ ഇട്ടു, മഗ്നീഷ്യം വന്ന് മോളിബ്ഡിനം എന്ന് പറയും. അതായത് സർഫസ് മെറ്റബോളിസം മെയിൻറ്റെയിൻ ചെയ്യും. അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെടികളുടെ ആകമാനമുള്ള മെറ്റബോളിസത്തിന് ഇത് സഹായിക്കുന്നത്. അതിനുശേഷം വേറൊരു സാധനമാണ് പ്രോഡക്റ്റാണ് കോപ്പർ ഇട്ടിട്ട്.
അത് കൃത്യമായിട്ട് വിത്തും ഫലങ്ങളും വരുന്ന രീതിയിൽ ചെടിയെ തയ്യാറാക്കാൻ കോപ്പർ സഹായിക്കുന്നു. ഇവയെല്ലാം ചെടികളുടെ പൂർണ്ണ ആരോഗ്യത്തോടെ വളർച്ചയിലേക്ക് നയിക്കുന്നതാണ്. ഇതൊക്കെ ഈ കണ്ടന്റുകളൊക്കെ നമ്മുടെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം. പ്ലാന്റ് ഹെൽത്ത് കെയർ ഉള്ളത് ഒന്ന് സിങ്ക് ആണ്, അതൊരു പോഷകമാണ്, സിങ്ക് പോഷകമാണ്. 2 അയൺ, അത് ചെടിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യും, അയൺ. അത് 3 മഗ്നീഷ്യം, അത് നല്ല രീതിയിൽ ആരോഗ്യം നൽകുന്നതാണ്. മോളിബ്ഡിനം എന്ന് പറയും, MOLY, മോളിബ്ഡിനം. ഇത് നമ്മുടെ സർഫസ് മെറ്റബോളിസത്തെ മെയിൻറ്റെയിൻ ചെയ്യാനും ഓവറോൾ ചെടിയുടെ മെറ്റബോളിസത്തെ മെയിൻറ്റെയിൻ. പിന്നെ കോപ്പറാണ്, കോപ്പർ. ഇത് കൃത്യമായി വിത്തും ഫലങ്ങളും വരുന്ന രീതിയിൽ ചെടിയെ തയ്യാറാക്കാൻ കോപ്പർ സഹായിക്കുന്നു. അതായത് പൂർണ്ണ ആരോഗ്യത്തോട് ചെടി ഇരിക്കാൻ സിങ്ക്, അയൺ, മഗ്നീഷ്യം, മോളിബ്ഡിൻ ആൻഡ് കോപ്പർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്ലാന്റ് ഹെൽത്ത് കെയറിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ചെടിയൊക്കെ നട്ടു, ഒരു 2 ഇലയൊക്കെ വന്ന് കഴിയുമ്പോഴേ നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. 2 ml 1 ലിറ്റർ വെള്ളത്തിൽ പ്ലാന്റ് ഹെൽത്ത് കെയർ മിക്സ് ചെയ്തിട്ട് നമ്മളതിനെ സ്പ്രേ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പച്ചക്കറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഓരോ 15 ദിവസം കൂടുമ്പോഴും അത് സ്പ്രേ. സോയിൽ ഒറ്റ പ്രാവശ്യം മതി, 6 മാസത്തിലൊരിക്കലും നമ്മൾ ചെയ്താൽ മതി പച്ചക്കറിയിൽ. ഇപ്പം ചില പച്ചക്കറി ഉണ്ട്, ഇപ്പൊ നമ്മൾ ചീര എന്നൊരു, ഫോർ എക്സാമ്പിൾ ചീര അല്ലെങ്കിൽ വെറ്റക്കൊടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വളരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ സോയിൽ എന്ന് പറഞ്ഞാൽ ഈ ചീരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സോയിൽ നമ്മൾ മാസത്തിലൊരിക്കൽ കൊടുക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. വെറ്റക്കൊടിക്കും അതുമാണ്. വെറ്റക്കൊടി എന്ന് പറഞ്ഞാൽ ആഴ്ച വെച്ചെടുക്കുന്നതാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ സോയിൽ ഹെൽത്ത് കെയർ താഴെ കൊടുക്കുന്നത് നമുക്ക് വളരെയധികം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ അതൊക്കെ സഹായിക്കുന്നതാണ്. ചീരയ്ക്കും അതുപോലെ തന്നെ ഇത്. അതേസമയം നമ്മൾ പച്ചക്കറി സംബന്ധിച്ച് വെണ്ട ഉണ്ട്, പാവലുണ്ട്, പടവലുണ്ട്, പച്ചമുളകുണ്ട്. ഇതിനൊക്കെ നമുക്ക് സോയിൽ ഒറ്റ സീസണിൽ ആദ്യത്തെ പ്രാവശ്യം കൊടുത്താൽ മതി. പിന്നെ നമ്മൾ പ്ലാന്റ് കൊടുക്കാം. പ്ലാന്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വരുന്നത് അടുത്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫ്രൂട്ട് ഹെൽത്ത് കെയർ എന്ന് പറയും. ഫ്രൂട്ട് ഹെൽത്ത് അതെന്താണെന്ന് ചോദിച്ചാൽ, ഫ്രൂട്ട് ഹെൽത്ത് കെയറിനകത്ത് വരുന്ന കാണുന്ന ഓർത്തോസിലിസിക് ആസിഡ്, ഓർത്തോസിലിസിക് ആസിഡ് ഫോർ സോയിൽ, അങ്ങനെ ഒരു കണ്ടന്റ് അതിനകത്തുണ്ട്. ഇതൊരു തരം സിലിക്കോണാണ്. ഇത് മണ്ണിന്റെ ആരോഗ്യം, ചെടിയുടെ വളർച്ച, പൂവ്, കായ വളർച്ചയെ ത്വരിതപ്പെടുത്തും. അതായത് ഓർത്തോസിലിസിക് ആസിഡ്, ഓർത്തോസിലിസിക് ആസിഡ് ഫോർ സോയിൽ ഹെൽത്ത്. ഇത് ഒരു തരം സിലിക്കോണാണ്. ഇത് മണ്ണിന്റെ ആരോഗ്യം, ചെടിയുടെ വളർച്ച, പൂവ്, കായ ഇവയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. അതിനാണ് ഫ്രൂട്ട്. അതിനകത്ത് തന്നെ നമുക്ക് മെയിനായിട്ട് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ വേറെണ്ണമുണ്ട് ഓർത്തോസിലിസിക് ആസിഡ് ഫ്രം പ്ലാന്റ്സ്. ഇത് ചെടിയുടെ ഫംഗസ്, ബാക്ടീരിയ ആക്രമണങ്ങളെ ചെറുക്കുന്നു. നല്ല പൂവ്, നല്ല പൂവിന്റെ ഇതള്, നല്ല ഫലങ്ങള്, നല്ല കളറുള്ള പൂവ്, നല്ല സൈസ്, സ്ട്രോങ് സെൽവാള്, ഫ്രൂട്ടുകൾ ഇന്ന് ക്രാക്ക് ചെയ്യുന്നതിന് തടയാൻ, ഫ്രൂട്ടുകൾ ഇരുന്ന് വീഴാതിരിക്കാനും ഫ്രൂട്ടിന്റെ ലൈഫ് കൂട്ടാനും ഇതൊക്കെ നമ്മളെ സഹായിക്കുന്ന പ്രോഡക്റ്റാണ് ഓർത്തോസിലിസിക് ആസിഡ് ഫ്രം പ്ലാന്റ് എന്ന് പറയും. ഇത് ചെടിയുടെ ഫംഗസ്, ബാക്ടീരിയ ആക്രമണങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. നല്ല പൂവുണ്ടാകുന്നു, നല്ല ഇതളുകൾ ഉണ്ടാകുന്നു, നല്ല കളർ ഉണ്ടാകുന്നു. ഈ ഫലങ്ങൾ ഇരുന്ന് വീഴാതിരിക്കാൻ സഹായിക്കുന്നു. ക്രാക്ക് പിന്നെ പൊട്ടാതിരിക്കാൻ സഹായിക്കുന്നു. ഫലങ്ങളുടെ ലൈഫ് കൂടുന്നു. അതോടൊപ്പം ഇതിന്റെ സെൽ വോൾ നല്ല കട്ടിയുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇത് അതൊക്കെയാണ് ഫ്രൂട്ട് ഹെൽത്ത് കെയറിന്റെ 2 കണ്ടന്റുകൾ അതിനകത്ത് ഇരിക്കുന്നത് നമ്മളെ സഹായിക്കും. അപ്പൊ ഈ ഫ്രൂട്ട് ഹെൽത്ത് കെയർ എങ്ങനെ ഉപയോഗിക്കും? നമ്മളൊരു ഫലങ്ങളോ അല്ലെങ്കിൽ പൂവോ അത് വന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ ഫ്രൂട്ട് ഹെൽത്ത് കെയർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യണം. അത് ഓരോ 15 ദിവസം കൂടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ കൃഷി രീതി അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞു വെണ്ട ചെയ്യുന്നുണ്ട്, പാവൽ ചെയ്യുന്നത്, പച്ചക്കറി ബുദ്ധിമുട്ട്. പക്ഷെ അതിനകത്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സോയിൽ ചെയ്തു, അതിനുശേഷം പ്ലാന്റ് ചെയ്തു, 2-3 ഇല വന്നപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട് ചെയ്തു. ഇപ്പം ഫ്രൂട്ട് എന്ന് പറയാ, ചീരയെ സംബന്ധിച്ച് പറയാണ്, അതിനകത്ത് ചീരയ്ക്കകത്ത് എന്താ, നമുക്ക് ഫ്രൂട്ട് എന്ന് പറയാൻ ഫലങ്ങളില്ല. അതിനകത്ത് പറയുന്നത് ഈ ഇല തന്നെയാണ് അതിന്റെ ഫ്രൂട്ട്. അതോടൊപ്പം നമ്മുടെ തേയില കൃഷിയുണ്ട്, അതിലെ ഇലയാണ് അതിന്റെ ഫ്രൂട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഈ ഫ്രൂട്ട് പ്ലാന്റ് വന്നതിന് ശേഷം പെട്ടെന്ന് ഫ്രൂട്ട് വരുന്ന ചില ഫലങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരു മാസത്തിനകത്ത് നമുക്ക് വരും. പക്ഷെ നെല്ലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നെല്ല് വരുന്നത്. അവിടെ നമ്മൾ പ്ലാന്റ് അടിച്ചുകൊണ്ടിരിക്കണം 15 ദിവസം കൂടുമ്പോൾ. പിന്നെ നമ്മൾ ഫ്രൂട്ട് വരുമ്പോൾ മാത്രം ഫ്രൂട്ട് അടിച്ചാൽ മതി. അതേസമയം പെട്ടെന്ന് ഫ്രൂട്ട് വരുന്നത്, ഇപ്പൊ വെണ്ടയ്ക്കായെ സംബന്ധിച്ച് പറയാൻ, പച്ചമുളകിനെ സംബന്ധിച്ച് പെട്ടെന്ന് വരും. അതിന്റെ ചെറുതായിട്ട് നാമ്പ് വരാൻ തോന്നും, ഈ ഫ്രൂട്ടിന്റെ നാമ്പോൾ വരാം. അപ്പൊ എന്ത് ചെയ്യാന്നറിയാം, 1 ml പ്ലാന്റും 1 ml ഫ്രൂട്ടും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പെട്ടെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് അവിടെ ഇരുന്ന് പോകും, നമുക്ക് ഫ്രൂട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ അതിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഇപ്പൊ ചീരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചീരയുടെ സോയിൽ കഴിഞ്ഞു, പ്ലാന്റ് ആദ്യം വന്നു, പ്ലാന്റ് നട്ടു, ഒന്ന് ഇലയൊക്കെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ പ്ലാന്റും ഫ്രൂട്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യണം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ 1 ml പ്ലാന്റും 1 ml ഫ്രൂട്ടും
അത് എഴുതിക്കും. 1 ml പ്ലാന്റ് 1 ml ഫ്രൂട്ട് പ്ലസ് നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിക്കണം. അപ്പം ചീരയെ സംബന്ധിച്ച് ഇലയാണ് അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ തേയിലയെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ ഫ്രൂട്ട് എന്ന് പറയുന്ന ഇലയാണ്. അപ്പൊ അത് നമ്മൾ ഇത് രണ്ടും ഓരോരോ ml വെച്ചിട്ട് നമ്മൾ 15 ദിവസം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ടും പ്ലാന്റും കൂടെ, അപ്പൊ ഇലയ്ക്കും സപ്പോർട്ട് കിട്ടും, ഫ്രൂട്ടിനും സപ്പോർട്ട് കിട്ടും. അപ്പം വെണ്ടയ്ക്കൊക്കെ പച്ചമുളകൊക്കെ അങ്ങനെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇല വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അതിന്റെ ഫ്രൂട്ട് കാണുന്നത്. അപ്പൊ ഫ്രൂട്ട് വരുമ്പോൾ ഫ്രൂട്ട് 1 ml പ്ലാന്റ് 1 ml ഇത് രണ്ടും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളം കൂടുന്നതനുസരിച്ച് ഈ രീതിയിൽ തന്നെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 15 ദിവസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടും. അപ്പം നമ്മളെ ഈ ഫലങ്ങളൊക്കെ നല്ല വെയിറ്റ് കാണും. അപ്പൊ എന്താണ്, ഇന്നലെ ഒരു ചീര കർഷകൻ പറഞ്ഞതാ 45 ദിവസം കൊണ്ടാണ് ചീര വന്നെങ്കിൽ അതിപ്പോ 32 ദിവസം കൊണ്ട് അത് പാകമായി കഴിഞ്ഞു. 40 ദിവസത്തിനകത്ത് നമുക്കത് പറിച്ചു കൊടുത്ത് അതിന് വെയിറ്റ് കൂടി. അപ്പൊ ഇലയ്ക്ക് നല്ല വിസ്തൃതി വന്നു. ഇതൊക്കെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലാന്റും ഫ്രൂട്ടും നമുക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വാഴ കൃഷി ചെയ്യുന്നവരുണ്ട്. വാഴയ്ക്ക് നമ്മൾ ആദ്യം കൃഷി ചെയ്യുന്നവരുണ്ട്. വാഴ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 7-8 മാസത്തിൽ നമുക്ക് എടുക്കുന്ന നോക്കിയോ. അപ്പൊ ആദ്യം സോലി ചെയ്തു, അതിനുശേഷം നമ്മൾ ഇല വന്നപ്പോഴത്തേക്ക് പ്ലാന്റ് അടിച്ചു വെച്ചു. പക്ഷെ അതിന്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴയുടെ വാഴയ്ക്ക വന്നിട്ട് ശേഷമേ നമുക്ക് ഫ്രൂട്ട് അടിക്കാം. അപ്പം പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഓരോ 15 ദിവസമോ ഒരു മാസം വരെ വരാം, കുഴപ്പമില്ല. നമ്മൾ അതിന്റെ ആ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പൊ ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല, നമ്മൾ അതിന്റെ ലോജിക്കിലൂടെ എടുക്കണം. അപ്പൊ എടുത്തുകൊണ്ട് പ്ലാന്റ് തീർന്നു. അപ്പൊ മാസത്തിൽ ഒരിക്കൽ കഴിച്ചാലും വാഴയ്ക്കൊന്നും പ്രശ്നം വരാറില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴയുടെ വാഴക്ക വന്നു കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട് അടിച്ചുകൊണ്ടിരിക്കണം. ഒരു 15 ദിവസം കൂടുമ്പോൾ ഫ്രൂട്ട് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഴയ്ക്കാക്ക് നല്ല വെയിറ്റ് കൂടും, അതിന്റെ കട്ടി കൂടുന്നു, അത് ഫ്രൂട്ടിന് നല്ല നമ്മൾ കപ്പാസിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കപ്പ കൃഷിയുണ്ട്, കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, ഇഞ്ചിയുണ്ട്. അതിലെ ഭൂമിക്ക് അടി വീഴുന്നു, അടിയിലുള്ള കൃഷിയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മള് കൈതച്ചക്കയുടെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിക്ക് അടി വളരുന്ന കാര്യം കപ്പയുണ്ട്. കപ്പയൊക്കെ ഭൂമിയാണ്, ഇഞ്ചി താഴെയാണ്, ചേന എല്ലാം ഭൂമിക്ക് അടിയിലാണുള്ളത്. അപ്പൊ നമ്മൾ സോയിലിട്ടു, അതിനുശേഷം നമ്മൾ കപ്പ ഇട്ടു അല്ലെങ്കിൽ ഇഞ്ചി നട്ടു, അതിന്റെയൊക്കെ നാമ്പ് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പ്ലാന്റ് അടിച്ചുകൊണ്ടിരിക്കും. പ്ലാന്റ് അടിച്ചിട്ട് നമുക്കറിയാം, കർഷകനെ സംബന്ധിച്ചറിയാം എപ്പോഴാണ് അതിന് ഭൂമിക്ക് അടിയിൽ ഈ ഫ്രൂട്ട് വരുന്നതെന്നറിയാം. അതായത് ചേന വലുതാവുന്നു അല്ലെങ്കിൽ ചേമ്പ് വലുതാവുന്നു, ഇഞ്ചി വലുതാവുന്നു, അവർക്കറിയാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫ്രൂട്ടും പ്ലാന്റും കൂടെ ഓരോരോ ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മളാണെങ്കിൽ കപ്പയ്ക്കകത്ത്. അപ്പൊ നമുക്ക് കപ്പയ്ക്ക് മേലോട്ട് വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ, അതിന്റെ മെയിൻ ഫ്രൂട്ട് ഇവിടെ താഴെയാണ്. അപ്പൊ നമ്മളത് ഭൂമിക്ക് മേളിൽ അടിച്ചു കൊടുത്താൽ അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നല്ല കപ്പ കൃഷി, നല്ല വെയിറ്റുള്ള കപ്പ കിട്ടും, അത് ഇഞ്ചി കിട്ടും, ചേന കിട്ടും, ചേമ്പ് കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ കറക്റ്റായിട്ട് നമ്മൾ മാനേജ് ചെയ്ത് പോകേണ്ടതാണ്. അങ്ങനെയാണ് ഓരോ കൃഷികൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന കപ്പയായി. പിന്നെ ഇതുപോലെ നമ്മൾ കീടനാശിനികളിൽ നിന്ന് എങ്ങനെ നമ്മൾ ഇതിനെ രക്ഷപ്പെടുത്താം, അതിനെക്കുറിച്ച് ഈ സ്പ്രെഡോയും ഈ ബയോ റിപ്പലന്റ് അത് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പ്രാണികളിൽ നിന്ന് ഈ സ്പ്രെഡോ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ പേരിൽ തന്നെ സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനെ സ്പ്രെഡ് ചെയ്യാന്ന്. ഇപ്പൊ വെള്ളം വീണ് കഴിഞ്ഞാൽ പോലും അതിനെ പോലും സ്പ്രെഡ്. ഇപ്പൊ നമ്മൾ ഒരു ഇലയിൽ ഒരു വെള്ളം എടുത്തിട്ട് ഒരു തുള്ളി വെള്ളം ഇട്ടു, എന്നിട്ട് നമ്മൾ ഈ സ്പ്രെഡോ ഒരു ഈർക്കലിൽ എടുത്തിട്ട് ഒരു ശകലം ആ വെള്ളത്തിലോട്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ആ ഇലയുടെ പ്രതലത്തിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യും. ഇതാണ് ഈ സ്പ്രെഡോ ചെയ്യുന്ന മേജർ ട്രെൻഡ്. പക്ഷെ അതിനെ സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ ഈ ബയോ റിപ്പലന്റ് കൂടെ കൊടുക്കുന്നത്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് ഇലയിൽ പോയിട്ട് ഒരു ലെയർ ആയിട്ട് നമുക്ക് ഇരിക്കും. ഇപ്പൊ മഴയോ വല്ലതും പെയ്യുവാണെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അതങ്ങ് ഒലിച്ചു പോകുന്ന സാധനം. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരമണിക്കൂർ ഈ സ്പ്രെഡോയും ബയോ റിപ്പലന്റ് ഉപയോഗിക്കുമ്പോൾ അരമണിക്കൂർ മഴ പെയ്യാതിരിക്കാൻ നമ്മൾ പ്രത്യേകം. ബാക്കി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ മഴ പെയ്താലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. അപ്പൊ പ്രാണികളിൽ നിന്നും ഫലത്തെയും ചെടിയെയും സംരക്ഷിക്കുക, ഇതാണ് ഈ സ്പ്രെഡോ ചെയ്യുന്നത്. പ്രാണികൾ ഇലയിൽ എത്താതിരിക്കാൻ, പ്രാണികളുടെ സഞ്ചാരത്തെ തടയുന്നു. നമ്മൾ പ്രാണികളെ കൊല്ലുകയല്ല ചെയ്യുന്നത്. പ്രാണികൾ ഇങ്ങനെ സഞ്ചരിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ഇലയുടെ മേളിൽ ചെറിയൊരു ലെയർ, ഒത്തിരി ഒഴിക്കില്ല, 1/2 ml ഒഴിക്കാം. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടാത്ത 1 ml ഒന്ന് ഈ സ്പ്രെഡോ ആരും ഉപയോഗിക്കരുത്. 1/2 ml വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വരണം. കാരണം അത് നോർമലായിട്ട് അതിന്റെ മേളിൽ ഇരിക്കുമ്പോൾ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രാണികൾ ഇങ്ങനെ കിടന്ന് സഞ്ചരിക്കുന്നതും ഇലയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ കാല് കൊള്ളുകയോ അതിൽ കടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇലകൾക്കൊക്കെ ഫ്രൂട്ടുകൾക്കൊക്കെ നമുക്ക് നാശം സംഭവിക്കും. പക്ഷെ അത് സംസാരിക്കാൻ ഈ സ്പ്രെഡോ അതിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നു. അപ്പൊ ഈ സ്പ്രെഡോ അടിക്കാൻ ഫ്രൂട്ടിലും അതോടെ തന്നെ ഇലയിലും വരും. അതോടൊപ്പം തന്നെ അത് ചെയ്യുന്നത് ഈ ബയോ റിപ്പലന്റ്. ഈ ബയോ റിപ്പലന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലോവ് ഓയിൽ ഉണ്ട്, ജിഞ്ചർ ഓയിൽ ഉണ്ട്, പ്രകൃതിദത്തമായ ചില ഹെർബൽ എക്സ്ട്രാക്റ്റുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് മനുഷ്യനെയോ മറ്റ് ജീവജാലങ്ങൾക്കോ ചെടിക്കോ ഒരു തലത്തിൽ ഇത് ബാധിക്കാറില്ല.
ഈ ഈ ബയോ റിപ്പല്ലന്റിന്റെ ഉപയോഗം. ഇത് നമുക്ക് ബാക്ടീരിയ, ഫംഗസ്, ഇതിൽ നിന്നെല്ലാം ചെടിയെ സംരക്ഷിക്കും. ബാക്ടീരിയയിൽ നിന്നും ഫംഗസിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാൻ ഈ ബയോ റിപ്പല്ലന്റും ഈ സ്പ്രെഡോടെ മിക്സ് ചെയ്യുക. അത് നമ്മുടെ ചിലപ്പോൾ കണ്ടില്ലേ ഉറുമ്പിന്റെ ഒക്കെ ഇത് നമ്മൾ മാവേലൊക്കെ കണ്ടില്ലേ, മാവിന്റെ ഇത് പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറുമ്പത്തില്ല. പക്ഷെ ഈ സ്പ്രെഡോയും ഈ ബയോ റിപ്പല്ലന്റും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഈ സ്പ്രെഡോ 1/2 ml, ഈ ബയോ റിപ്പല്ലന്റ് 2 ml, ഇത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ml കൂട്ടുക എന്നുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മുടെ കീടനാശിനികളുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നു. അത് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം ഈ ശ്വസന വ്യവസ്ഥ, അതായത് ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആഹാരം കഴിക്കാതിരിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇല്ലാതെ അത് നശിക്കുന്ന രീതിയാണ്. അല്ല നമ്മളൊന്നിനെ ഡയറക്റ്റ് ഇത് അടിച്ച് കൊല്ലുന്ന രീതിയുള്ളത്. അപ്പൊ ഈ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഉറുമ്പിനെയൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് ഇത് വളരെയധികം സാധിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത് ലങ്സിലെ പോലെ വായിലൊക്കെ ലെയർ പോലെ വരും. അപ്പൊ അതിനുമ്പോ ശ്വാസം എടുക്കുന്ന ആഹാരം കഴിക്കാതെ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാണികൾ ഇല്ലാതാവും. അതിപ്പോ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഓരോ അമാവാസിയും പൗർണമി, അത് ഓരോ 15 ദിവസം കൂടുമ്പോഴാണല്ലോ അമാവാസി, പിന്നെ 15 ദിവസം പൗർണമി. അതിന് 2 ദിവസം മുമ്പ് നമ്മൾ ചെയ്യണം. കാരണം അമാവാസിക്കും പൗർണമിക്കുമാണ് ഈ കീടങ്ങളുടെ അണ്ടവിസർജനം നടക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യുൽപാദനം നടക്കുന്ന സമയം അതാണ്. അപ്പം കൂടുതൽ പ്രാണികൾ വരാതിരിക്കാൻ ഇതിന് 2 ദിവസം മുമ്പ് നമ്മൾ അമാവാസിക്കും പൗർണമിക്കും 2 ദിവസം മുമ്പ് നമ്മൾ ഈ സ്പ്രെഡോയും 1/2 ml ഈ ബയോ റിപ്പല്ലന്റ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ഈ പ്രാണികളിൽ നിന്ന് നമ്മുടെ ഫലത്തെയും ചെടിയെയും സംരക്ഷിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യം. ഇപ്പൊ സമയം കപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വാഴയെ സംബന്ധിച്ച് പറയാം. അതിനൊന്നും പ്രാണികളുടെ അധികം പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഇത് ആവശ്യമില്ലാതെ അടിക്കേണ്ട കാര്യമില്ല. അതിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചീരയെ സംബന്ധിച്ച് ചീരയൊക്കെ നമ്മൾ കാണാറുണ്ട്, ചീരയുടെ ഇലയിൽ ഇങ്ങനെ കുത്തു പോലെ ഇങ്ങനെ വീഴുന്ന കാണാം ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമ്മൾ ഈ സ്പ്രെഡോ ഈ റിപ്പല്ലന്റ് നമ്മൾ ഓരോ 15 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രാണികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ സംരക്ഷിക്കാം. നമ്മൾ പാവയ്ക്കാൽ വന്ന് ഈ കീടങ്ങൾ നമ്മളെ പാവയ്ക്ക വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് ഈ സ്പ്രെഡോയും റിപ്പല്ലന്റും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാണികളുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വളരെയധികം അതിനെ സഹായിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ വെണ്ടയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ ബയോ റിപ്പല്ലന്റും ഈ സ്പ്രെഡോയും നമ്മൾ പ്രത്യേകിച്ച് 6 മാസത്തെയുള്ള സീസണുള്ള പച്ചക്കറിയിലാണെങ്കിൽ 15 ദിവസത്തിനും കമ്പൽസറി ആയിട്ട് നമ്മൾ ഈ സ്പ്രെഡോയും ഈ ബയോ റിപ്പല്ലന്റും നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രാണികളിൽ നിന്നും നമ്മുടെ ഫലത്തെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കെമിക്കൽ, ഇപ്പൊ നമ്മൾ വീട്ടിൽ ഗാർഡൻ ഉള്ളവരുണ്ട്, അപ്പൊ അവരെന്ത് ചെയ്യണം, ഇപ്പൊ ഓൾറെഡി നമ്മൾ ചെടിയൊക്കെ നട്ടതാണ്. അപ്പൊ അവരെങ്ങനെ കഴിയും? അപ്പൊ ആദ്യം നമ്മൾ ചെടിയുടെ അടിഭാഗം നമ്മൾ ചെറിയ പാത്രത്തിലാണ് നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വെക്കുമ്പോഴ് നമ്മുടെ ടെറസിന്റെ മേളിൽ ചിലപ്പോൾ ചെടി വെക്കുന്നവരുണ്ട്, വീടിന്റെ ഫ്രണ്ടില് നമ്മൾ വെക്കുന്നവരുണ്ട്. അപ്പൊ അവര് നിയന്ത്രണം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് നനച്ച് ചെടിയുടെ അടിഭാഗം നനയ്ക്കുക. അപ്പൊ നമ്മൾ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ സോയിൽ ഹെൽത്തിയർ നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ 1, 2, 3 ഒരാഴ്ചക്കകത്ത് നമ്മൾ പൂ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റും ഫ്രൂട്ടും കൂടെ മൊത്തമായിട്ട് അടിക്കണം. പ്ലാന്റ് പുറം നനച്ചുകൊണ്ട് പ്ലാന്റും ഫ്രൂട്ടുമായിട്ട് നമ്മൾ മൊത്തമായിട്ട് അടിക്കും. അപ്പൊ നമുക്ക് നല്ല പൂവിന് നല്ല കളറ് കിട്ടും, നല്ല എതളുകൾ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് നമുക്ക് കാണുവാൻ പറ്റും. അപ്പൊ അതിൽ എന്തെങ്കിലും കീടങ്ങൾ വരുവാണെങ്കിൽ ഈ സ്പ്രെഡോയും ഈ ബയോ റിപ്പല്ലന്റും കൂടെ അതും കൂടെ 15 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു ഗാർഡനിങ് ചെയ്യാൻ നമുക്ക് ഇതൊക്കെ സാധിക്കും. ഇപ്പൊ അതോടൊപ്പം തന്നെ വലിയ വിളകളുണ്ട്, നമ്മളെ തെങ്ങ്, കമുക്, അതിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അറിയാം, നമ്മുടെ ഇതിന്റെ ചുവട് ഭാഗം ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ട് ചെറിയ നല്ല രീതിയിലൊന്ന് നനച്ചിട്ട് അതിനകത്ത് നമ്മൾ മിനിമം 1/2 ലിറ്റർ തൊട്ട് 1 ലിറ്റർ വെള്ളം, ഇപ്പൊ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമ്മൾ 1 ലിറ്റർ എങ്കിലും ആ തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സോയിൽ ഹെൽത്തിയർ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ പ്ലാന്റും ഫ്രൂട്ടും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഓരോ ml മിക്സ് ചെയ്ത് 1 ലിറ്റർ ഒരു തെങ്ങിനെ നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ 200 ml ഒരു ഡ്രം എടുക്കുക, അതിനകത്ത് 500 ml സോയിൽ ഹെൽത്തിയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാ ചെടി എല്ലാത്തിനേക്കും നമ്മൾ ഓരോ ലിറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കമ്പനി പറയുന്നുണ്ട് 1 ലിറ്റർ തൊട്ട് 4 ലിറ്റർ വരെ ഉപയോഗിക്കുന്നതാണ് കുറെ കൂടെ ബെറ്റർ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കണം. എങ്ങനെയുണ്ട് ഭൂമിയുടെ ഘടനയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് 1 ലിറ്റർ തൊട്ട് 4 ലിറ്റർ വരെ ഉപയോഗിക്കണമെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പൊ അതായത് 50 തെങ്ങുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് 200 ml ലിറ്റർ വെള്ളത്തിൽ 500
ഒരു ബോട്ടിൽ സോയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 50 തെങ്ങിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ നോക്കണം, നമ്മുടെ ആ സിറ്റുവേഷൻ നോക്കിക്കൊണ്ട് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ക്വാണ്ടിറ്റി 1 ലിറ്റർ തൊട്ട് 4 ലിറ്റർ വരെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നല്ല തെങ്ങിന് നല്ല വിളവൊക്കെ കിട്ടുന്ന കുഴപ്പമില്ലാത്ത തെങ്ങുകളൊക്കെ ആണെങ്കിൽ ചെയ്യാം. അതേസമയം നമുക്ക് വളർച്ച മുരടിച്ചു, നമുക്ക് അതിന് കൂടുതൽ പോഷകങ്ങൾ വേണമെങ്കിൽ നമ്മൾ 3-4 ലിറ്റർ വെള്ളമില്ല അതിനകത്ത് ഒഴിച്ചെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ വിളവുകൾ നമുക്ക് കിട്ടാനുള്ളൂ. ഈ പച്ചക്കറിയെ സംബന്ധിച്ച് പല സ്ഥലത്ത് പരവൂരൊക്കെ കൊടുത്തു. ഇപ്പൊ ഇന്നലെ ആ പുള്ളിയായിട്ട് സംസാരിച്ചു, ഷാജി എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള പച്ചക്കറി പുള്ളിക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. പക്ഷെ വെള്ളം നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഈ ചൂടുള്ള സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിനൊരു ചെറിയ മന്ദീഭാവം ഉണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് നമുക്ക് തന്നെ ഡൗൺ വരുന്ന പോലെ ഈ പച്ചക്കറികൾക്ക് അതിന് വേണ്ട ജലസേചനം നമ്മൾ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കെമിക്കൽ വളങ്ങൾ ഓരോ സീസണിലും അല്ലെങ്കിൽ ഓരോ വർഷത്തെ ആണെങ്കിൽ 25% കുറച്ചുകൊണ്ട് കാലക്രമേണ നമുക്ക് 4 സീസൺ അല്ലെ 4 വർഷം കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ജൈവപരമായിട്ട് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ നമ്മുടെ യൂറിയ മൂലം നമുക്കുണ്ടാകുന്ന അസുഖങ്ങളും മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ പ്രോഡക്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാം. കാരണം ഇത് പല ഓൾ ഇന്ത്യയിൽ നല്ല രീതിയിൽ ഇതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഗുജറാത്തിൽ കഴിഞ്ഞ ആഴ്ച പറയുന്നുണ്ട്, ഒരു മാസം മുമ്പ് 70 ലക്ഷം രൂപയുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് അഹമ്മദാബാദ് ഡിപ്പോയിൽ തന്നെ അവർ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള വർക്കുകൾ പല സ്റ്റേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മളെ പല ആൾക്കാരുടെ പച്ചക്കറി ഇന്ന് തന്നെ ഗൂഗിളിൽ വന്നിട്ടുണ്ട്, ഒരു കോടീശ്വരനായെന്ന് പറയുന്ന കർഷകൻ. അപ്പൊ അത് ഞാൻ കാണുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ അവരിലേക്ക് എത്തിക്കണം. അപ്പൊ ഇതാണ് പ്രത്യേകിച്ച് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവരോടും എല്ലാ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞായിട്ടാണ് ഞാൻ തോന്നുന്നത്. ഇപ്പൊ നമുക്കൊരു സ്ഥലത്ത് പോയിട്ടൊരു കർഷകനെ സംബന്ധിച്ച് നമുക്കൊരു ഡെമോ കാണിക്കണം. ഒരു ഡെമോ അത് നമ്മൾ പ്രത്യേകം എഴുതുക. ഇപ്പൊ ഒരാളെ ഡെമോ കാണിക്കാൻ പോവാണെങ്കിൽ നമ്മൾ സോയിൽ 1 ml എടുക്കുക, 1 ml പ്ലാന്റ് എടുക്കുക, 1 ml ഫ്രൂട്ട് എടുക്കുക, 1/2 ml ഈസ്പ്രെഡ് എടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ഡെമോ കാണിക്കാൻ പോവാണെങ്കിൽ നമ്മൾ കർഷകനെ കാണിക്കാൻ പോകണം. നമ്മളൊരു പമ്പൊക്കെ വാങ്ങിച്ചു, നമ്മുടെ ഇതിൽ പമ്പുണ്ട്, നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ട്. നമ്മളിപ്പോ എങ്ങനെ അവരെ ഡെമോ കാണിക്കും? 1 ml സോയില്, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1/2 ml ഈസ്പ്രെഡും ബയോ റിപ്പലന്റ് അടയ്ക്കണ്ട. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നോർമൽ അടിക്കുന്നതിൽ 50% കൂട്ടി അടിച്ചിട്ട് പോലും കുറച്ച് ഏരിയയിൽ മാത്രം, എല്ലായിടത്തും വേണം, കുറച്ച് ഏരിയയിൽ മാത്രം ഒന്ന് പച്ചക്കറി ആണെങ്കിൽ ഒന്ന് അടിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്, ഇത് ഈ ഏരിയയിൽ നിങ്ങൾ നിങ്ങളുടെ വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. അപ്പൊ അടിച്ചിട്ട് ഒരു 25 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെല്ലണം. അപ്പൊ നിങ്ങൾക്ക് ആ ഗ്രോത്ത് കാണാം. ആദ്യം നമ്മൾ വീഡിയോ എടുക്കണം, അടിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കണം. അതിനുശേഷം 1 ml സോയില്, 1 ml പ്ലാന്റ്, 1 ml ഫ്രൂട്ട്, 1/2 ml ഈസ്പ്രെഡ്, ഇത് മൂന്നും കൂടെ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ അടിക്കുന്ന സ്പ്രേ ചെയ്യുന്നതിനേക്കാൾ, അത് കർഷകർക്കൊക്കെ അറിയാം അവരെങ്ങനെ സ്പ്രേ ചെയ്യുന്നതിന്, അതിനെക്കാട്ടൊരു 50% കൂട്ടി അടിച്ചിട്ട് നമ്മൾ പോരുക. ഒരു 25 ദിവസം കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് നല്ല മാറ്റങ്ങൾ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളിൽ നിന്ന് ആ പ്രോഡക്റ്റ് എടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നതാണെന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡെമോ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ മാട്രസിന്റെ കാര്യമായിട്ട് നമ്മളെല്ലാവരും ഡെമോ കാണിക്കും. അതുപോലെ ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഡെമോയിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കർഷകന് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വന്ന് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കും. അവർക്ക് ആ ഡിഫറൻസ് വ്യത്യാസം കാണാൻ പറ്റുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം വീഡിയോ എടുത്തു എങ്കിൽ മാത്രം നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ കയ്യിലിരിക്കുന്ന വീഡിയോ അതുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇത്രയധികം വ്യത്യാസം ആ ഫലത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇലയുടെ ജീവനുണ്ട്, ഇലയുടെ വളർച്ചയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ചീരക്കാർ കൃഷിക്കാർ ഇലയ്ക്ക് നല്ല വീതി ഉണ്ടാകാൻ തുടങ്ങി. വീതി ഉണ്ടായി, അവർക്ക് വെയിറ്റ് ഉണ്ടായി. ഫ്രൂട്ട്സിന് മുഴുവൻ ചീരയ്ക്കും വെയിറ്റ് കൂടി. അപ്പൊ അതേ സംബന്ധിച്ച് കർഷകൻ വീണ്ടും അടുത്ത ഒരു 1/2 ഏക്കർ സ്ഥലത്തുകൂടി പുള്ളി വീണ്ടും ചീരകൃഷി തുടങ്ങാൻ പോയി. അപ്പൊ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ റിസൾട്ടുകൾ ഇടും. ഇപ്പൊ നമ്മൾ അതിനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലൊരു കൃഷി ഇടപെടാൻ നമുക്ക് സാധിക്കും. ഇതാണ് എനിക്ക് കൃഷിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നീങ്ങാം. അതായത് അടുത്തായിട്ടാണ് നമ്മുടെ ആൽക്കലൈൻ വാട്ടർ മെഷീൻ. അതിപ്പോ ഒരു മോട്ടറിലൂടെ എക്സ്റ്റേണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൽക്കലൈൻ വാട്ടർ മെഷീൻ പ്രവർത്തിക്കുന്നത് വൈദ്യുതി ഇല്ലാതെയാണ്. പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മോട്ടർ കൊടുത്തെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വെള്ളം സ്പീഡായിട്ട് സ്പ്രേ ചെയ്യുന്നില്ലെന്നൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ഡിവൈസ് കൂടെ വെച്ചു. അതിപ്പോ നമ്മൾ താഴത്തെ ടാപ്പ് തുറക്കുമ്പോൾ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യും, അത് നിർത്തുമ്പോൾ നമ്മുടെ ഡിവൈസ് സ്റ്റോപ്പ് ആവും. ഇതാണ് നമ്മുടെ ആൽക്കലൈൻ മെഷീൻ. അതിന് ഡിവൈസ് ഉൾപ്പെടെ ഇപ്പം 32,000 100 PV ഇന്നോട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരിലേക്ക് എത്തണം. എന്തിനാണ് ആൽക്കലൈൻ വാട്ടർ കുടിക്കേണ്ട ആവശ്യം? എക്സസ് ആയിട്ട് നോൺ വെജ് കഴിക്കുന്നവർ, അതോടൊപ്പം തന്നെ
പെപ്സി, കൊക്കക്കോള കുടിക്കുന്നത്. ഇവിടെ എല്ലാം ബോഡി അസിഡിറ്റിക് ആണ്. അസിഡിക് ബോഡിയിലാണ് മെയിനായിട്ട് പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, അസിഡിറ്റി ഉണ്ടാകാറുണ്ട്, നമുക്ക് ജോയിന്റ് പെയിൻസുകൾ ഉണ്ടാകാറുണ്ട്, അതോടെ ക്യാൻസർ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ദിവസം 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി. രാവിലെ ആഹാരം കഴിച്ചതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ബാക്കി സമയം നമ്മുടെ ആൽക്കലൈൻ വാട്ടർ മെഷീൻ ഉണ്ട്, നമ്മുടെ മാഗ്നറ്റിക് വാട്ടർ ഉണ്ടല്ലോ, അത് കുടിക്കുക. അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പറയാം. അസിഡിറ്റിക്ക് ഏറ്റവും നല്ലതാണ്, നല്ല ചർമ്മ ഭംഗിക്ക് നല്ലതാണ്, അതോടൊപ്പം തന്നെ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്, ക്യാൻസർ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ തന്നെ, ജോയിന്റ് പെയിൻസിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെല്ലാം നമ്മുടെ ഈ ആൽക്കലൈൻ വാട്ടർ മെഷീന് നമുക്ക് സാധിക്കും. അത് 20,000 ലിറ്റർ വരെയാണ് അതിന്റെ ലൈഫ്. 20,000 ലിറ്റർ കഴിഞ്ഞാൽ കമ്പനിക്ക് ഇപ്പം 10,000 രൂപയാണ് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു മെഷീൻ നമുക്ക് തരും. അതോടൊപ്പം തന്നെ ഈ ആൽക്കലൈൻ വാട്ടർ മെഷീനിന് ആരോ പ്ലാന്റുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2,000 ലിറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ താഴത്തെ ടാപ്പ് തുറന്നിടുക, മേളത്തെ ഇൻലെറ്റ് മാറ്റുക, ഒരു 50 ml വൈറ്റ് വിനാഗിരി, 50 ml വൈറ്റ് വിനാഗിരി നമ്മളൊരു വൈകിട്ട് 6-7 മണിക്ക് അതിനകത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പിറ്റേ ദിവസം നമ്മൾ ഒരു 12 മണിക്കൂർ 13 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അതിനകത്തൂടെ വെള്ളം കയറ്റിയിട്ട് നമ്മളൊരു 4 ലിറ്റർ വെള്ളം അതിനകത്തൂടെ ഒഴുക്കി വിടണം. നമ്മുടെ ഈ വെള്ളം വീണ്ടും ഇൻലെറ്റിനെ നമ്മൾ അതിനകത്തോടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. 2,000 ലിറ്റർ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഇത് മൊത്തം സ്റ്റോണുകളാണ്, നാച്ചുറൽ സ്റ്റോണുകളാണ്. ആ സ്റ്റോണുകളിൽ നമ്മളറിയില്ല, നമ്മുടെ ഇപ്പൊ മൺകലത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കുന്നത്, കുറച്ച് ദിവസം ഒരു 2 ദിവസം 3 ദിവസം കഴിക്കുമ്പോൾ ആ വെള്ളം കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വെള്ളത്തിനകത്ത് നമുക്കറിയാലോ ചെറിയൊരു വളുവളുപ്പ് പോലെ തോന്നും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതൊരു 50 ml വൈറ്റ് വിനാഗിരി ഒഴിച്ചിട്ട് ഇതിനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് ഉപയോഗിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. അല്ലാതെ നമ്മളൊരിടത്ത് വെച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ വേണം. നമ്മളിത് എന്നും നമ്മൾ ഈ വെള്ളത്തിനകത്തുനിന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഈ വെള്ളം എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെയധികം പ്രധാനം ചെയ്യും. ഇതിനകത്ത് മെയിനായിട്ടുള്ളത് 9 ക്രിസ്റ്റലുകളാണ്. 9 ക്രിസ്റ്റലുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ആണ്, 7 ഇമ്പോർട്ടൻറ്റ് ക്രിസ്റ്റലാണ്. 9 ക്രിസ്റ്റലുകൾ നമ്മൾ ഈ ആൽക്കലൈൻ വാട്ടർ മെഷീനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 2 ഇന്ത്യൻ ആണ്, 7 ഇമ്പോർട്ടൻറ്റ് ക്രിസ്റ്റലാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മുകളിലും താഴിലും വളരെ പവർഫുൾ ആയിട്ടുള്ള 4 നിയോഡൈമിയം മാഗ്നറ്റ്സുകളുണ്ട് മുകളിലും താഴെയും. ആ 4 എണ്ണത്തിന്റെ ഇടയിൽ കൂടിയാണ് ഈ വെള്ളം പാസ് ചെയ്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മേജറായിട്ട് ഉപയോഗിക്കുന്നത് രുദ്രാക്ഷം എന്ന് പറയും. രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് രുദ്രാക്ഷം. അതിപ്പോ സർട്ടിഫൈഡ് രുദ്രാക്ഷത്തിന് വെള്ളം നനഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കാറില്ല. സർട്ടിഫൈഡ് രുദ്രാക്ഷം. ആദ്യം നമ്മൾ 9 ക്രിസ്റ്റൽ പറഞ്ഞു, അതിനകത്ത് 2 ഇന്ത്യൻ ആണ്, 7 ഇമ്പോർട്ടഡ് ആണ്. അതിനുശേഷം 4 നിയോഡൈമിയം സ്ട്രോങ് മാഗ്നറ്റുകളുണ്ട്, മേളിലും താഴെയുമായി, ടോപ്പിലും ബോട്ടമിലും. അതിനുശേഷം ഉള്ളതാണ് രുദ്രാക്ഷം, അതായത് സർട്ടിഫൈഡ് രുദ്രാക്ഷം. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. രുദ്രാക്ഷം ധരിക്കുന്നതിനേക്കാൾ രുദ്രാക്ഷത്തിൽ കൂടി കടന്നു വരുന്ന വെള്ളത്തിന് ശക്തി കൂടുതലാണ്. അതോടൊപ്പം തന്നെ ലോ BP, ഹൈ BP കൺട്രോൾ ചെയ്യും. രുദ്രാക്ഷം ഒരു ആയുർവേദ മരുന്നാണ്. മാനസിക സന്തുലന, മസ്കുലർ പെയിനുകൾക്ക് നല്ലതാണ്. ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കും, ശ്വസന പ്രക്രിയ ത്വരിതപ്പെടുത്തും. പിന്നെ ഉള്ളത് സിൽവർ ആണ്. അപ്പൊ നമ്മളൊക്കെ പറയാണ്ട് സിൽവറിന്റെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണം എന്ന് പറയും. നല്ല ചിന്തകൾ വരാൻ വേണ്ടി, ദേഷ്യം കുറയാനും, മനസ്സമാധാനത്തിന്, സിൽവറിന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും, ശരീരത്തെ തണുപ്പിക്കാനും, നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനും, പോസിറ്റീവ് എനർജി, കണ്ണുകൾക്ക് ശക്തി വരാനും, കാഴ്ചശക്തി കൂടാൻ നമ്മളൊക്കെ പറയും സിൽവറിന്റെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിൽവറാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കൂടി വരുന്ന വെള്ളം നമുക്ക് വളരെയധികം ശക്തി തരുന്നു, കണ്ണിനൊക്കെ നല്ല. പിന്നെ പറയുന്നതാണ് ഗോമതി ചക്ര എന്ന് പറയുന്നത്. ഗോമതി ചക്ര എന്ന് പറയുന്നത് സ്റ്റോൺ ആണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല ഉറക്കം കിട്ടും. ഗോമതി ചക്ര എന്ന് പറയും. അത് നമ്മൾ നല്ല ഉറക്കം കിട്ടും, നല്ല ധൈര്യം തരും, നല്ല ശ്രദ്ധ തരും. അതോടൊപ്പം തന്നെ വേറൊരെണ്ണമാണ് പന്നാസ്റ്റോൺ. ഇപ്പം പന്നാസ്റ്റോൺ ഉണ്ട്. പിന്നെ അത് നല്ല ബുദ്ധിശക്തി നൽകും. ട്രിഗർ സ്റ്റോൺ, ട്രിഗർ സ്റ്റോൺ, സന്തോഷവും സമാധാനത്തിന് തരും. പിന്നൊരെണ്ണമാണ് ടർമോളിംഗ് സ്റ്റോൺ എന്ന് പറയും. അതായത് ഇമ്മ്യൂണിറ്റി വരുന്നു, ബാക്ടീരിയ ഇല്ലാതാക്കുന്നു, ആകാംക്ഷ കുറയ്ക്കുന്നു, നല്ല ധൈര്യം നൽകുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പണ്ട് മലയിടിക്കിലൊക്കെ പോയി നമ്മൾ കയ്യിൽ കുമ്പിലൊക്കെ വെള്ളം, അതുപോലുള്ള പ്യുവർ വാട്ടറാണ് നമ്മുടെ ഈ ആൽക്കലൈൻ വാട്ടർ നമുക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രോഡക്റ്റ് അതിനകത്തുള്ളത് ഹൈ ഗ്രേഡ് കോക്കനട്ട് കാർബൺ. ഈ ഹൈ ഗ്രേഡ് കോക്കനട്ട് കാർബൺ എന്ന് പറഞ്ഞാൽ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു, വെള്ളത്തിലുള്ള അനാവശ്യ കെമിക്കലുകളെ ഇല്ലാതാക്കും. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട്. ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെ കണ്ടന്റുകളുള്ളത്. ആൽക്കലൈൻ വാട്ടർ മെഷീനകത്തുള്ളത് 9 ക്രിസ്റ്റലുകളാണ്. 9 ക്രിസ്റ്റൽ. അത് 2 ഇന്ത്യൻ ആണ്, 7 ഇമ്പോർട്ടൻ്റ്. 4 നിയോഡിമിയം മാഗ്നറ്റ്സുകൾ സ്ട്രോങ് ആയിട്ടുള്ളത്. അത് ടോപ്പിലും ഉണ്ട്, ബോട്ടത്തിലും ഉണ്ട്. അതിന്റെ ഇടയ്ക്കൂടിയാണ് ഈ വെള്ളം കടന്നു വരുന്നത്. അതിനുശേഷമുള്ളതാണ് സർട്ടിഫൈഡ് രുദ്രാക്ഷം എന്ന് പറയും. അപ്പൊ ആ രുദ്രാക്ഷമാണ് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നത്. അതിനുശേഷം സിൽവർ.
പിന്നെ പറയുന്നത് ഗോമതി ചക്ര എന്ന് പറയും. ഗോമതി ചക്ര അങ്ങനെ ഒരു കല്ലാണ്. പിന്നെ പറയുന്ന കല്ലാണ് പന്ന സ്റ്റോൺ, PANNA, പന്ന സ്റ്റോൺ. പിന്നെ പറയുന്നതാണ് ടിഗർ സ്റ്റോൺ, ടിഗർ സ്റ്റോൺ. പിന്നുള്ളതാണ് ടർമോളിൻ സ്റ്റോൺ, ടർമാലിൻ പറയും, TOURMALIN, ടർമാലിൻ സ്റ്റോൺ, ടർമാലിൻ സ്റ്റോൺ. പിന്നെ പറയുന്നതാണ് കോക്കനട്ട് കാർബൺ എന്ന് പറയും. കോക്കനട്ട് കാർബൺ അത് ഹൈ ഗ്രേഡ് ആണ്. അത് നമ്മുടെ വെള്ളത്തിലെ കെമിക്കൽ സ്വഭാവം ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ടാങ്കിലൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ടാങ്കിനടുത്തൊക്കെ നമ്മൾ മൂടിയിട്ടേക്കുന്നത് എന്താ, നമ്മൾ ഇരുമ്പാണ്. ഇരുമ്പിന്റെ കറക്റ്റ് ആയിട്ടുള്ള കവർ പ്രകാരമാണ് ആ വെള്ളത്തിന് നമ്മൾ അതിന്റെ ഒരു ഇത് എന്തായാലും ഒരു എഫക്റ്റ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാറി കിട്ടിക്കൊണ്ട് നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത് ടാങ്കിലെ വെള്ളമൊക്കെ നമുക്കറിയാമല്ലോ. അതാണല്ലോ നമ്മളത് പിന്നെ ഇത് വെച്ചിട്ട് നമ്മുടെ ആരോ പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കും. അപ്പൊ അവർ ഈ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതായത് ഫുള്ളി സ്റ്റെയിൻലെസ് ബോഡിയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വെള്ളം നമുക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടിയ -250 to 300 mV ആണ്. അതിന്റെ pH തന്നെ 8.5 to 9 ഉണ്ട്. അപ്പം നമുക്ക് തരുന്ന ഈ ആരോ പ്ലാന്റിന്റെ പിന്നെ TDS, വാട്ടറിന്റെ TDS 100 തൊട്ട് 150 വരെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നമ്മുടെ ആരോ തരുന്ന പുള്ളിയോട് പറയണം. അങ്ങനെ 100 തൊട്ട് 120 ആണെങ്കിൽ വളരെ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ട് ആ വെള്ളം പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അങ്ങനെ ഒരു മെഷീൻ ഇപ്പൊ നമുക്കാണ്. ഇപ്പം പ്രത്യേകിച്ച് ചില ധർമ്മ സ്ഥാപനങ്ങളൊക്കെ നടക്കുമ്പോൾ ചില സാമ്പത്തികരുടെ പള്ളികളുണ്ട്, അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരാളൊരു ആൽക്കലൈൻ വാട്ടർ മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണ്? അപ്പൊ അവർക്ക് ആ വെള്ളത്തെ നമുക്ക് പലർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അസിഡിറ്റി മൂലമോ മറ്റ് ജോയിന്റ് പെയിൻസ് മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വളരെ ഫ്രീ സർവീസ് ആയിട്ട് നമുക്ക് അത് പലരിലേക്ക് എത്തിക്കുവാൻ നമുക്കത് ഈ പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കും. മറ്റ് വേറെ ചില മെഷീനുകൾക്ക് 2-2.5 ലക്ഷം രൂപ വിലയാണെങ്കിൽ ഈ 32,000 രൂപയ്ക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പൊ ചിലർക്ക് ബിസിനസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു FSSAI രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. കാരണം ഇത് കുടിവെള്ളമില്ല. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 30 ചില കടകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം പ്രത്യേകിച്ച് ബേക്കറികൾക്കൊക്കെ ഉണ്ട്, വലിയ വർക്കൊന്നും ഇല്ലാതെ ചില ബേക്കറികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 30 രൂപയ്ക്ക് ഫില്ലിംഗ് ചാർജ് വാങ്ങിച്ചുകൊണ്ട് അപ്പം ആളുകളിലേക്ക് ഈ വെള്ളം എത്തിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബിസിനസ് ആയിട്ട് ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ധർമ്മ സ്ഥാപനങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ടുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു മെഷീൻ അവിടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് അത് ആ വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ അത് കുടിക്കുവാനും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നമുക്കൊരു അവസരമായിട്ട് ഇതിനെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇത് മുന്നോട്ട് നീക്കിക്കൊണ്ട് നമ്മുടെ അഗ്രികൾച്ചറും ആൽക്കലൈൻ വാട്ടർ മെഷീനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ക്ലാസ് ഞാനിപ്പോൾ അവിടെ നിർത്തുന്നു. നിങ്ങൾക്കുള്ള എന്ത് സംശയം വേണമെങ്കിലും ഇപ്പോഴേ ചോദിക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു. മനസ്സിലായി.